Hi everyone! അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി സ്വീറ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല ഓറഞ്ച് മാവ റോളാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം 1.5 കപ്പ് പാൽപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാലൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അധികം തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് മാത്രമല്ല ഫ്ലെയിം ഇപ്പോൾ ഓൺ ചെയ്ത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൂടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു സിംഗിൾ ലംബായിട്ട് കിട്ടണം കേട്ടോ. ഒറ്റ ബോൾ പോലെ നമുക്ക് കിട്ടണം. നമുക്ക് അതാണ് പരുവെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആയി കഴിയുന്ന സമയത്ത് നമുക്കിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. കാരണം നമുക്ക് ഒന്നിന് മാത്രം ഒരു പാകത്തിൽ മാത്രം നമുക്ക് ഓറഞ്ചിൻ്റെ ഫ്ലേവർ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിനായിട്ടാണ്. അപ്പോൾ ഒരുപാട് ഓവർ കുക്ക് ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണേ. അപ്പോൾ ഞാനിവിടെ പകുതി മാറ്റിയിട്ടുണ്ട്. ബാക്കി പകുതിയിലേക്ക് ഞാനിവിടെ എസൻസും അതുപോലെ ഓറഞ്ച് കളറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. നമുക്ക് കുറച്ച് മിക്സ് അല്ലേ ഉള്ളൂ. ഒരു 3-4 ഡ്രോപ്സ് മതിയാവും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ തണുത്തതിന് ശേഷം 2 ബോളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല നീളത്തിൽ പരത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ ഫ്ലേവറിലുള്ള മിക്സ് നന്നായിട്ട് നീളത്തിൽ പരത്തി എടുത്തിട്ട് ഞാൻ നടുവേ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ അതിനെ ഒന്ന് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള മാവ എടുത്തിട്ടും അതുപോലെ നമുക്ക് റോളാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ ഓറഞ്ചിൻ്റെ മാവ റോളിൻ്റെ 2 ഇരുവശത്തായിട്ട് 2 സൈഡിലായിട്ട് നമുക്ക് ആ 2 മാവ റോൾ വെച്ച് കൊടുക്കാം. പിന്നെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം ഒരു സിംഗിൾ റോളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം വ്യത്യാസമൊന്നും ഇല്ലാതെ നമുക്ക് സിംഗിളായിട്ടൊരു റോൾ കിട്ടും. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുവേ. അപ്പോൾ നന്നായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്ന് എന്താ പറയുക ഒരു പ്രത്യേക ഡിസൈൻ വരും. അപ്പോൾ നമുക്ക് വീട്ടിലേക്കാണെങ്കിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരു പ്രത്യേക ഡിസൈൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാനൊന്ന് പിരിച്ചു കൊടുത്തത്. അപ്പോൾ പിരിച്ചെടുത്തതിന് ശേഷം അങ്ങ് ജസ്റ്റ് കട്ട് ചെയ്ത് നിങ്ങളുടെ ഏത് സൈസാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതിയേ. അങ്ങനെ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് മാവ റോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ആരും മറക്കണ്ട കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.